ഹലോ ഗൈസ്, ഇപ്പോൾ സാന്ത്വനം ചൂട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മുടെ ആര്യനും മീനാക്ഷിയും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ്. നമ്മുടെ ഗോമതി ഇല്ല അവരുടെ ഇടയിൽ. അപ്പോൾ എന്നിട്ട് മീനാക്ഷി സംഭവം പറയുന്നുണ്ട്, അന്ന് കൊടൈക്കനാലിൽ വെച്ച് എന്നെയും ആകാശിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ച അവനെ ഞാൻ ഇന്ന് കണ്ടു. ഞാൻ എന്നിട്ട് അവൻ്റെ പുറകെ ഓടി തന്നെ, പക്ഷേ പിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്നിങ്ങനെ ആരെയും പറയും. അപ്പോൾ മീനാക്ഷി ഇങ്ങനെ പറയും, ആ സമയത്ത് അവനെ പിടിക്കണമെന്നായിരുന്നു, അവൻ്റെ പുറകെ ഞാൻ ഓടിയതും കിട്ടിയില്ല, അപ്പോൾ ഒരു ഫോട്ടോ എങ്കിലും എടുത്തു വെച്ചുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും ആര്യൻ. അപ്പോൾ ആ സമയത്ത് ആ വെപ്രാളത്തിൽ അതൊന്നും പറ്റിയില്ല, അതൊന്നും ഓർമ്മയുണ്ടായില്ല എന്നിങ്ങനെ മീനാക്ഷി പറയും. എന്നിട്ട് അവൻ എന്തിനായിരിക്കും ഇവിടെ വന്നത്? ഏട്ടത്തെപ്പോലെ വേറൊരു പെണ്ണിനെ ചതിക്കാനായിരിക്കും അവനിവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അങ്ങനെ കൂട്ടി വന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും. അവൻ്റെ ഒരു ഫോട്ടോ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ നന്ദനോട് പറഞ്ഞിട്ട് എല്ലാ ഹോട്ടലിലൊന്നും അവൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ മീനാക്ഷി പറയും, അവനെ എൻ്റെ കയ്യിൽ കിട്ടും, അതിനുള്ളൊരു സൂചനയാണ്, അതിനുള്ളൊരു മുന്നറിയിപ്പാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ നമ്മുടെ മിത്രയുടെ വീട്ടിൽ മിത്ര ഓടിപ്പോയിടത്തിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ധർമ്മൻ കഞ്ഞിയും കൊണ്ടുവരും. അമ്മേ, എന്താ ആരും രാവിലെ മുതലേ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് അളിയനായിട്ട് കൊടുത്തു വിട്ടതാന്ന്, എല്ലാവരും കഴിച്ചു എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ അനന്തൻ ഇങ്ങനെ പറയും, വേണ്ട, അതിനൊന്നും ആവശ്യം വേണ്ടെന്നിങ്ങനെ പറയും. അപ്പോൾ ധർമ്മം പറയും, കുഴപ്പമില്ല, ആളിയെ സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് തന്നു വിട്ടതാണെന്നിങ്ങനെ പറയും. പക്ഷെ എന്നാലും അവർ ആത്മാർത്ഥമായിട്ടാണെന്ന് അറിയാം, ആയിരിക്കും, അല്ല ആണ്, പക്ഷെ എന്നാലും എനിക്ക് നമുക്ക് വേണ്ട, നീ തിരിച്ചു കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അത് തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ കാണിക്കുന്നതാണ് മിഥുന് പുറത്തുനിന്ന് റൂം തട്ടുവാണ്. അപ്പോൾ മിത്ര ഡോർ തുറക്കും. എന്നിട്ട് ഇങ്ങനെ എവിടെയാണ് പോയിരുന്നതെന്ന് മിത്ര ചോദിക്കും. അപ്പോൾ മിഥുന് പറയും, അമ്പലത്തിലൊന്നും ഞാൻ തൊഴുതായിരുന്നു, എന്നിട്ട് അവിടെ നമ്മുടെ നാളത്തെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു, എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയും. എന്നിട്ട് ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, നീ കഴിച്ചോ എന്നിങ്ങനെ പറയും മിത്രയോട്. അപ്പോൾ മിത്ര പറയും, എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ മിഥുൻ പറയും, കഴിക്ക്, ഇന്നലെ രാത്രി മുതൽ ഒന്നും നീ കഴിച്ചില്ലല്ലോ, നീ കഴിച്ചില്ല, എനിക്ക് വിഷമമാവും ഇങ്ങനെ പറയും. അപ്പോൾ മിത്ര ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചിട്ട് പറയും, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, മിഥുന് 2 മുഖങ്ങളുണ്ട്, ഞാൻ അറിയാത്തതും കാണാത്തതുമായ ഒരു മുഖം മിഥുനുണ്ട് എന്നിങ്ങനെ മിത്ര പറയും. അപ്പോൾ മിഥുന് ദേഷ്യം വരും, നീ എന്തിനാ ഈ പറയുന്നത്, നീ വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കരുത് ഇങ്ങനെ പറയും, നീയാ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് പറയും. അപ്പോൾ മിത്ര പറയും, കണ്ട, ഞാനൊന്ന് പറയുമ്പോഴത്തേക്ക് മിഥുന് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടും. നമ്മളിപ്പം ഒരു അറിയാത്ത സ്ഥലത്താണ് വന്നിരിക്കുന്നത്, നമ്മളിങ്ങോട്ട് വന്നത് ആരും അറിയില്ല, എന്നിട്ടും പരിചയമില്ലാത്ത ആൾക്കാരോട് മിഥുന് പോയിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നു, അങ്ങനെ ആരും ചെയ്യില്ല എന്നൊക്കെ പറയും. അപ്പോൾ വീണ്ടും ഇതിന് ദേഷ്യപ്പെടും. അപ്പോൾ നമ്മുടെ മിത്ര പറയും, നീ എന്തിനാ വെറുതെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സത്യം പോലും തിരിച്ചറിയാത്ത നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെ പറയും. എന്നോട് ആര്യൻ പല വട്ടം പറഞ്ഞതാണ്, നീ വേറൊരു ഫ്രോഡാണ്, നിൻ്റെ പുറകെ നടക്കല്ലേ, നിന്നെ വിട്ടേക്കെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഞാൻ അവനോട് പോകാനാണ് പറഞ്ഞത്, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മിഥുന് വീണ്ടും ദേഷ്യം വരും, എന്തേ ആര്യം പറഞ്ഞത്, നിൻ്റെ മുറച്ചേർക്കാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അപ്പോൾ ഇത് പറയുന്നത് മുതൽ നമ്മുടെ ശരണിൻ്റെ അമ്മ അവിടെ വാതിലിൻ്റെ പുറകെ നിന്ന് കേൾക്കുന്നുണ്ട്, വാതിൽ ക്ലോസ് ചെയ്തിട്ടില്ല, ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് മിഥുൻ ഇങ്ങനെ പറയും, എന്തേ നിനക്ക് നിൻ്റെ മുറച്ചേർക്കാൻ പറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ, അവൻ പറഞ്ഞത് കേട്ടിട്ട് എന്നെ വിട്ട് പോയാൽ മതി എന്നിപ്പോൾ തോന്നുന്നുണ്ടോ, അത് ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ മിത്ര പറയും, നീ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മിഥുൻ വീണ്ടും പറയും, നിനക്ക് ആ അമേരിക്കക്കാരൻ്റെ ആലോചന വന്നപ്പോഴേ എനിക്കൊരു മനംമാറ്റം ഉണ്ട്, എനിക്കല്ല 2 മുഖം, നിനക്കാണ് 2 മുഖം, ഇവിടെ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടക്കുകയുള്ളൂ, ഇനി അങ്ങോട്ടേക്ക് ഞാനാ തീരുമാനിക്കുക, അതേ നടക്കുകയുള്ളൂ, നീ അതനുസരിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും ഇവിടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശരണിൻ്റെ അമ്മ ഉള്ളിലേക്ക് വരുമ്പം തന്നെ മോളേന്ന് വിളിച്ചുകൊണ്ട് വരുമ്പം തന്നെ നമ്മുടെ മിഥുന് ദേഷ്യം വരും. ഇവർ പിന്നെയും വന്നോ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് പുറത്തു പോകാൻ വേണ്ടി പറയും. അപ്പോൾ എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ശരൺ പുറത്തേക്ക് വരും, ശരണിൻ്റെ വൈഫും. അപ്പോൾ ഈ അമ്മ പറയും, നീ പറഞ്ഞതുപോലെ അവൻ ക്രിമിനൽ തന്നെയാണ്, ആ കുട്ടി ഇതിൽ പെട്ടുപോയെന്നാണ് തോന്നുന്നത്, വല്ലാത്തൊരു പ്രശ്നത്തിലാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ശരൺ പറയും, ഞാൻ അവനെ പോയിട്ട് തല്ലണോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവൻ്റെ വൈഫ് പറയും, വേണ്ട, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ആയിരിക്കും എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ഇതങ്ങനെയല്ല, ആ കുട്ടി ഇതിൽ പെട്ടുപോയതാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണ വഴക്കാണെങ്കിൽ നമുക്ക് തിരിച്ചറിയില്ല, ഇതങ്ങനെയല്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയുടെ വീട്ടിലാണ്. മിത്രയുടെ വീട്ടിൽ നമ്മുടെ എല്ലാവരും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിത്രയുടെ അച്ഛൻ അവസാനം പൊട്ടിക്കരഞ്ഞു, സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഇനി ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ഇന്നലെ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ റൂം ലോക്ക് ചെയ്യും. ഇവരുടെ ഒച്ചപ്പാടും നിലവിളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇപ്പുറത്തുനിന്ന് ആകാശും ബാലനും കൂടെ ഓടി പുറത്തേക്ക് വരും. ബാലൻ എന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക്, അവർ 2 കൂടെ ഓടി ഇപ്പുറത്തെ വീട്ടിലേക്ക് വരാൻ നോക്കുമ്പോൾ ബാലൻ കാല് വെക്കില്ല, അവരുടെ ആ ഒരു ഗേറ്റ് വരെ വന്നിട്ട് നിൽക്കും, കാല് വെക്കില്ല. എന്നിട്ട് ആകാശിനോട് വേഗം അങ്ങോട്ടേക്ക് പോകാൻ പറയും. എന്നിട്ട് ആകാശ് പോയി നോക്കുമ്പോൾ
അടച്ചിട്ടാണുള്ളത്, തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ ചവിട്ടി വാതിൽ പൊളിക്കുമ്പം ഫാനിൻ്റെ മേലെ കയറ് കെട്ടിട്ട് എന്താ പറയുക, തൂങ്ങി മരിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവരെത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ആകാശ് അവിടെ അത്ര സമയമൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. കാര്യം കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ബാലനോട് പറയും, ഞാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്താ പറയുക അത് സംഭവിച്ചേനെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ ഗോമതിയോട് ശരണ്ൻ്റെ അമ്മ ഇങ്ങനെ പറയും, നിൻ്റെ അവസ്ഥ ഇങ്ങനെ. ഗോമതി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഗോമതി, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നു, ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ പെമ്പിളേറിലൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ പറയും. എന്നിട്ട് ഗോമതി പറയും, എൻ്റെ ഏട്ടന്മാർ അവളെ പൊന്നു പോലെയോ നോക്കിയത്, അത്രയ്ക്ക് കൊഞ്ചിച്ച് ലാളിച്ച വളർത്തിയത്, എന്നിട്ട് അതിൻ്റെ ഒരു ഇതൊന്നും അവൾ കാണിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സങ്കടപ്പെടും. എന്നിട്ട് നമ്മുടെ ശരണ്ൻ്റെ അമ്മ ഇങ്ങനെ പറയും, നമ്മുടെ ഫ്ലാറ്റിന് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ഒരു ഭാര്യയും ഭർത്താവും തന്നെയാണ്, അവർ ചെറിയ കുട്ടികളാണ്, സ്വയം തീരുമാനമെടുത്ത് വിവാഹം കഴിച്ചു തന്നെയാണ് തോന്നുന്നത്, ആ കുട്ടി ഇതിൽ പെട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ തമ്മിൽ അങ്ങനെ വാക്കുതർക്കമാണ്, അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ ആ ടോക്ക് അവിടെ കഴിയും. പിന്നെ നമ്മുടെ ആര്യൻ നമ്മുടെ നന്ദനോട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമ്മുടെ നന്ദൻ പറയും, അത് കളബായി, ഇത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, അത് അവൾ പോയതിൽ എന്തെങ്കിലും ഒരു ഇത് ഭഗവാൻ കണ്ടിട്ടുണ്ടാവും എന്നിങ്ങനെ പറയും. അപ്പോൾ എന്താ കാണേണ്ടത് ഭഗവാൻ, ആ വീട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കി കൊടുക്കുന്നതോ, അതായിരിക്കും ഭഗവാൻ കണ്ടിട്ടുണ്ടാവുക ഇങ്ങനെ പറയും. നന്ദൻ പറയും, അതൊന്നുമല്ല, അത്രയും നല്ലൊരു വിവാഹാലോചന വന്നിട്ട് അതും വേണ്ടാന്ന് വെച്ച് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നിങ്ങനെ പറയും. എന്നിട്ട് ആ കുട്ടി എങ്ങനെയാണെന്ന് ഇങ്ങനെ ചോദിക്കും ആര്യനോട്. അപ്പോൾ ആര്യൻ പറയും, ഇച്ചിരി വാശിക്കാരിയും പ്രശ്നക്കാരിയൊക്കെയാണ്, എന്നോട് ഭയങ്കര ഉടക്കാണ്, പക്ഷെ അവനുമായിട്ട് ഇത്തിരി അകലം പാലിക്കുന്നുണ്ടെന്ന് തോന്നിയെന്ന് ഇങ്ങനെ പറയും. നന്ദൻ പറയും, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ഒന്നും ദൈവം ചതിക്കുഴിയിലോ അപകടത്തിലൊന്നും പെടുത്തില്ല എന്നിങ്ങനെ പറയും. അപ്പം ആര്യം പറയും, ഇതിലും വലിയ അപകടം ഇനി എന്താ വരാനുള്ളത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഇപ്പം അവൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയാതെ നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റില്ല, എന്തായാലും വഴിയെ അറിയട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാൻ ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നതാണ് മിഥുൻ്റെ അടുത്ത്. മിഥുനൊക്കെ ഡ്രസ്സൊക്കെ മാറി, എന്നിട്ട് മിത്ര ഇങ്ങനെ ചോദിക്കും, നാളത്തെ കാര്യങ്ങളൊക്കെ എന്തായി, മാലയൊക്കെ വാങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ മിഥുൻ പറയും, മാലയും താലിയൊക്കെ ഇവിടെ ഉണ്ട്, നാളെ രാവിലെ തന്നെ മാല പൂജിക്കാനൊക്കെ കൊടുക്കും എന്നിങ്ങനെ പറയും. എന്നിട്ട് മിഥുൻ്റെ വീട്ടുകാരൊക്കെ വരേണ്ടതല്ലേ, എന്താ ഇത്ര സമയത്ത് എത്താത്തെ, നമ്മളെ നാളെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് പോകുകയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ മിഥുൻ പറയും, അതിനൊക്കെ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, നമുക്ക് 2 ആഴ്ചത്തേക്ക് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് വാടക വീട്ടിലേക്ക് മാറാം എന്നിങ്ങനെ പറയും. അപ്പോൾ മിത്ര പറയും, അതൊക്കെ നമുക്ക് ജീവിക്കാനുള്ളൊരു വരുമാനം, ഒരു മാർഗ്ഗം വേണ്ടേ, ജീവിക്കാനുള്ളൊരു ഇത് വേണ്ടേ, നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കണ്ടേ, വരുമാന മാർഗ്ഗം വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ മിഥുൻ പറയും, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മിത്ര പറയും, ഇങ്ങനെ ഒഴുക്കമട്ടിൽ പറയാതെ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ഇപ്പോഴേ അതിനൊരു തീരുമാനമാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം മിഥുൻ പറയും, എൻ്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് തണുത്ത് വരും, അപ്പം നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അപ്പം മിത്ര പറയും, എൻ്റെ വീട്ടിലേക്ക് പോകാനോ, ഒരിക്കലും ഇല്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. എന്താ നീ പോവാത്തതെന്ന് മിഥുൻ ചോദിക്കുമ്പോൾ, അതിൻ്റെ കാരണം ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. അതത്രയേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നതാണ് ഇപ്പുറത്ത് നമ്മുടെ ധർമ്മം ഭയങ്കര സങ്കടത്തിലാണ്, അനുക്കുട്ടി ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ബാലൻ വരും. ബാലൻ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ അനുക്കുട്ടി പറയും, മാമൻ ഭയങ്കര കരച്ചിലാണ്, സങ്കടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ധർമ്മനെ ഇങ്ങനെ ബാലൻ സമാധാനിപ്പിക്കും, നീ എൻ്റെ മുഖത്ത് നോക്കി കളിയാക്കുന്ന ഒരാൾ, തുറന്നു പറയുന്ന ഒരാൾ നീ മാത്രമാണ്, അങ്ങനെയുള്ള നീ കരയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ബാലൻ ഇങ്ങനെ സമാധാനിപ്പിക്കും, നീ ഫുഡ് കഴിക്കുമെന്ന് പറയും. അപ്പോൾ ധർമ്മം പറയും, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയും. എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല എന്ന് പറഞ്ഞു ആദ്യം. അപ്പോൾ ബാലൻ പറയും, നീ കഴിച്ചില്ലേ, ഞാനും കഴിക്കില്ല എന്ന് പറയും. അപ്പോൾ അനുക്കുട്ടി പറയും, ഞാനും കഴിക്കില്ല എന്ന് പറയും. അങ്ങനെ അനുക്കുട്ടിയോട് ഭക്ഷണം എടുക്കാൻ പറയും, ധർമ്മം കഴിക്കാമെന്ന് പറയും. പക്ഷേ ധർമ്മൻ ഇങ്ങനെ വാരി കൊടുക്കും. അപ്പോൾ തന്നെ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ സങ്കടം വരും. എന്നിട്ട് എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പം ഇത്രേ പോയതിലല്ല ഞാൻ കരഞ്ഞത്, അളിയൻ്റെ സങ്കടം സ്നേഹം കണ്ടിട്ടാന്നിങ്ങനെ പറയും. എന്നിട്ട് പിന്നെ അതവിടെ കഴിയും. അതത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെയാണ് കഴിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടിരുന്നു. അപ്പം മിത്രയുടെ അച്ഛൻ ഇങ്ങനെ അവൾ പോയതിൽ കേസ് കൊടുക്കും, അവൾ എടുത്തുകൊണ്ട് പോയ സ്വർണം പിടിച്ച് ഞാൻ തിരികെ വാങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ആലോക് പറയുന്നുണ്ട്, എന്തായാലും തിരിച്ചു വാങ്ങണം വല്യച്ഛ, അവളെങ്ങനെ വിടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ഇനി അവൾ ഇവിടുത്തെ മോളല്ല, ഒന്നും പറയണ്ടെന്ന് പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. താങ്ക് യു സോ മച്ച്.